ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലോട്ട് പോയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് അക്ഷരങ്ങളും അതിൻ്റെ വാക്കുകളും ഒക്കെ പഠിച്ചിരുന്നു. എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ആ വീഡിയോസ് എല്ലാം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? പറഞ്ഞേ, കൂട്ടക്ഷരങ്ങൾ അല്ലേ? കൂട്ടക്ഷരങ്ങൾ എങ്ങനെ പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. കടുപ്പിച്ച് പറയണം അല്ലേ? അപ്പൊ എന്തോ ചെയ്യുക? എഴുതി പ്രാക്ടീസ് ചെയ്യുക. ആ അക്ഷരം എങ്ങനെ കൂട്ടക്ഷരം കടുപ്പിച്ചു വന്നു. ഫ ഫ ഫോർ എക്സാമ്പിൾ, ഫ എന്ന് പറയുമ്പോൾ ആ ഫ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെ വന്നു? ആ പ പ്ലസ് പ ഫ ആയി മാറി. അതുപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വന്നേന്നും ആ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള കുറെ വാക്കുകളും എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തോ ചെയ്യുക? എഴുതിയും വായിച്ചും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ? നോക്കാം. നമ്മളപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്റെ എല്ലാ കുഞ്ഞുമക്കളും എന്റെ കൂടെ എഴുതണേ. ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു? ആ ഫ മ ഖ ഞ ട ഖ പിന്നെ സ ന ഗ ഞ ജ ജ പിന്നെ ഏതായിരുന്നു? ങ. ആ പിന്നെ ലാസ്റ്റ് പഠിച്ച രണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? വ അല്ലേ? വ പിന്നെ ച. ഓർമ്മയുണ്ടോ? ഈ രണ്ട് അക്ഷരങ്ങളായിരുന്നു ലാസ്റ്റ് പഠിച്ചു നിർത്തിയിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യ. ഏതാ അക്ഷരം? യ. യ എങ്ങനെ? ഇവിടുന്ന് ഇങ്ങനെ വന്നു, രണ്ട് കണക്ക് എഴുതി, മേലോട്ട് പോയി, താഴോട്ട് വന്നു, ഇങ്ങനെ എഴുതപ്പോ ആരായി? യ. നമ്മൾ വായും ചായും എഴുതിയില്ലേ? അതുപോലെ തന്നെയാണ് യായുടെ ചുരുക്കം കൊടുക്കുന്നത്. ഈ യ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാ വരുന്നത്? ആ യ പ്ലസ് യ. എങ്ങനെയാണ്? യ പ്ലസ് യ എന്തോ ആയി മാറുന്നു? ആ പറഞ്ഞേ, യ ആയി മാറുന്നു. എങ്ങനെയാണ്? യ. കണ്ടോ? ഇങ്ങനെ യ. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് യ വെച്ചിട്ടുള്ള കുറെ വാക്കുകൾ നോക്കിയാലോ? നോക്കാം. ഇനി നമ്മള് ഈയ വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. നമുക്ക് ഏതൊക്കെയാണ് നോക്കിക്കേ. നെയ്യപ്പം, നെയ്യപ്പം. നെയ്യ്, നെയ്യ്. തയ്യൽ, കൈ. കണ്ടോ? കായുടെ ഇപ്പുറത്ത് രണ്ട് ചുനുപ്പ് കൊടുക്കുമ്പോ എങ്ങനെ വായിക്കും? കൈ. കയ്യ്, കയ്യ്. പയ്യൻ. ഓക്കെ ആണോ? നെയ്യപ്പം, നെയ്യ്, തയ്യൽ, കയ്യ്, പയ്യൻ. ഇത്രയുമാണ് ഈയ വെച്ചിട്ടുള്ള വാക്കുകൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു അക്ഷരം പഠിക്കാം. ഈയ മനസ്സിലായല്ലോ? യ പ്ലസ് യ, ഇയ. ക്ലിയർ? ഇനി നമുക്ക് അടുത്തൊരു അക്ഷരം പഠിക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ല. എന്താണ്? ഇല്ല. ഇല്ല എങ്ങനെയാ? നമ്മുടെ ലാ ഇല്ലേ? ആ നമ്മുടെ ലായിനെ കടുപ്പിച്ച് പറയുന്നു. ലാ എഴുതിയിട്ട് അടിയിൽ താണ്ടെ ഇങ്ങനെ ഒരു ചുരുപ്പ് കൊടുക്കും. അപ്പൊ ആരായി മാറി? ഇല്ല. ക്ലിയർ? അപ്പൊ ഇല്ല എങ്ങനെയാ വന്നേന്നറിയണ്ടേ? ആ നോക്കിക്കേ. ലാ പ്ലസ് ല. ലാ പ്ലസ് ല ആരായി മാറി? ഇല്ല ആയി മാറി. എന്തായി മാറി? ഇല്ല. ഓക്കെ ആണോ? അപ്പൊ എന്താണ്? ഇല്ല. കണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ?
ഓക്കെ, ഇനി നമുക്ക് ഇല്ല വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കിയാലോ? നോക്കാം. ഇല്ല വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കിക്കേ. ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചേ. പല്ലി, പല്ലി. കല്ല്, കല്ല്. മുല്ല, മുല്ല. പല്ല്, പല്ല്. പുല്ല്, പുല്ല്. മഴവില്ല്, മഴവില്ല്. മഴവില്ല് എന്തുവാ? റെയിൻബോ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ്? പല്ലി, കല്ല്, മുല്ല, പല്ല്, പുല്ല്, മഴവില്ല്. ഇത്രയുമാണ് ഇല്ല വെച്ചിട്ടുള്ള വാക്കുകൾ. അപ്പൊ ഏതൊക്കെ അക്ഷരം ഇന്ന് പഠിച്ചേ? പറഞ്ഞേ. ഇയ, ഇല്ല. ഇയ വെച്ചിട്ടുള്ള 2 വാക്കുകൾ ഏതൊക്കെയാ പറഞ്ഞേ? നെയ്യപ്പം, നെയ്യ് അല്ലേ? പിന്നെ ഇല്ല വെച്ചിട്ടുള്ള വാക്കുകൾ പറഞ്ഞേ. പല്ലി, കല്ല്, മുല്ല. ഇതൊക്കെയാണ് ഇല്ല വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ. ക്ലിയർ? അപ്പൊ എന്തോ ചെയ്യുക? എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എന്തോ ചെയ്യുക? നല്ലതുപോലെ ഇത്രയും വാക്കുകളും ക്ലിയർ ആയിട്ടും പഠിക്കണം. ഓക്കെ, ആദ്യം മുതലുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ഓർഡറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.